ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുങ്ങുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ തുകയുടെ കരാറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 30,000 കോടി രൂപയുടെ പദ്ധതി, 87 അത്യാധുനിക മെയിൽ ഡ്രോണുകൾ വാങ്ങാനുള്ള തീരുമാനം. എന്താണ് ഈ ഡ്രോണുകൾ? എന്തുകൊണ്ട് ഇത്രയും വലിയൊരു തുക സർക്കാർ ഇതിനായി ചെലവഴിക്കുന്നു? ഇത് നമ്മുടെ അതിർത്തി സുരക്ഷയെ എങ്ങനെ മാറ്റും? നമുക്ക് നോക്കാം. നമുക്കാദ്യം മെയിൽ ഡ്രോണുകളെ പരിചയപ്പെടാം. മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണിത്. സാധാരണ നമ്മൾ കാണുന്ന ചെറിയ ഡ്രോണുകളുമായി ഇതിനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഇതൊരു അത്യാധുനിക മിലിറ്ററി പ്ലാറ്റ്ഫോമാണ്. 35,000 അടി ഉയരത്തിൽ, അതായത് വാണിജ്യ വിമാനങ്ങൾ പറക്കുന്ന ഉയരത്തിൽ ഇവയ്ക്ക് പറക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരു തവണ പറന്നുയർന്നാൽ 30 മണിക്കൂറിലധികം തുടർച്ചയായി ആകാശത്ത് തങ്ങി നിൽക്കാനുള്ള അത്ഭുതകരമായ ശേഷി ഇവയ്ക്കുണ്ട്. ശത്രുക്കളെ അതീവ രഹസ്യമായി നിരീക്ഷിക്കുന്നതിനും ആവശ്യമെങ്കിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്നതിനും ഈ ഡ്രോണുകൾക്ക് സാധിക്കും. ലഡാക്ക് പോലുള്ള കഠിനമായ അതിർത്തി പ്രദേശങ്ങളിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഇത്തരം ഡ്രോണുകൾ ഇന്ന് അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. ഈ പദ്ധതി വെറുമൊരു ഡ്രോൺ വാങ്ങൽ നടപടിയല്ല, മറിച്ച് ഇന്ത്യയുടെ വ്യവസായിക രംഗത്തെ വലിയൊരു കുതിച്ചുചാട്ടമാണ്. ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള സുപ്രധാനമായ ഒരു ചുവടുവയ്പ് കൂടിയാണിത്. വിദേശത്തു നിന്ന് നേരിട്ട് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇന്ത്യൻ കമ്പനികൾ വിദേശ സാങ്കേതിക വിദ്യയുമായി ചേർന്ന് ഇവിടെ തന്നെ ഇവ നിർമ്മിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡ്രോണുകളുടെ എഞ്ചിനുകൾ, സെൻസറുകൾ, കമ്പ്യൂട്ടർ സിസ്റ്റം എന്നിങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കുറഞ്ഞത് 60% തദ്ദേശീയമായിരിക്കണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ 87 ഡ്രോണുകളും ഒരൊറ്റ കമ്പനിയെ കൊണ്ട് നിർമ്മിക്കുന്നതിന് പകരം ലേലത്തിൽ വിജയിക്കുന്ന 2 കമ്പനികൾക്കായി വീതിച്ചു നൽകാനാണ് തീരുമാനം. ഇതിൽ 64% ഓർഡർ ഒന്നാമത്തെ കമ്പനിക്കും 36% രണ്ടാമത്തെ കമ്പനിക്കും ലഭിക്കും. ഇതിലൂടെ ഇന്ത്യയിൽ 2 സ്വതന്ത്രമായ പ്രൊഡക്ഷൻ ലൈനുകൾ സജ്ജമാകുന്നു. യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഒരേ സമയം 2 കേന്ദ്രങ്ങളിൽ നിന്ന് ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രതിരോധ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരിക്കും. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്ര വേഗം ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്നത്? അതിന് വ്യക്തമായ തന്ത്രപരമായ കാരണങ്ങളുണ്ട്. ഒന്നാമതായി നമ്മുടെ അതിർത്തി സുരക്ഷയാണ്. ചൈന പാകിസ്ഥാൻ അതിർത്തികളിലെ കഠിനമായ കാലാവസ്ഥയിൽ 24 മണിക്കൂറും മനുഷ്യരെ വിന്യസിച്ചുള്ള നിരീക്ഷണം ഏറെ പ്രയാസകരമാണ്. എന്നാൽ ഡ്രോണുകൾക്ക് ഒരു ക്ഷീണവുമില്ലാതെ ക്ലോക്ക് വർക്ക് പോലെ കൃത്യമായി കാവൽ നിൽക്കാൻ സാധിക്കും. രണ്ടാമതായി യുദ്ധതന്ത്രങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. യുക്രൈൻ റഷ്യ യുദ്ധവും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും തെളിയിച്ചത് ടാങ്കുകളെയും യുദ്ധക്കപ്പലുകളെയും നിഷ്പ്രയാസം തകർത്ത് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ ഡ്രോണുകൾക്ക് കഴിയുമെന്നാണ്. അവസാനമായി ഭാവിയിലേക്കുള്ള നമ്മുടെ ദീർഘവീക്ഷണമാണ്. ഈ പദ്ധതി വിജയകരമായ ഡ്രോൺ നിർമ്മാണത്തിൽ ഇന്ത്യ ലോകത്തിലെ തന്നെ ഒരു പ്രധാന കയറ്റുമതി കേന്ദ്രമായി മാറുമെന്നത് നമ്മുടെ സാമ്പത്തികവും സാങ്കേതികവുമായ വളർച്ചയ്ക്ക് വലിയ കരുത്തേകും. ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ചില വെല്ലുവിളികൾ മുന്നിലുണ്ട്. നിലവിൽ ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിൽ ചെറിയൊരു കാലതാമസം നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ലേല നടപടികളും ബിഡിംഗ് പ്രക്രിയകളും സർക്കാർ കൃത്യമായ മാറ്റങ്ങൾ വരുത്തുന്നത്. എങ്കിലും L&T, അദാനി ഡിഫൻസ്, ടാറ്റ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഈ രംഗത്ത് സജീവമായി ഇടപെടുന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇവരുടെ പങ്കാളിത്തം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക അടിത്തറയെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും സ്വാശ്രയത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 30,000 കോടി രൂപയുടെ ഈ പദ്ധതി വെറുമൊരു ഡ്രോൺ വാങ്ങൽ എന്നതിലുപരി ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു കുതിച്ചുചാട്ടമാണ്. നമ്മുടെ വ്യോമാതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കാനും ഭാവിയിലെ ഏത് വെല്ലുവിളികളെയും നേരിടാനും സൈന്യത്തെ സജ്ജമാക്കാനും ഈ സാങ്കേതിക വിദ്യ വലിയൊരു മുതൽക്കൂട്ടാകും.